എക്സോഡസ് റൈസേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ്. അതിപ്പോൾ PSC എക്സാം ആയിക്കോട്ടെ, CSEB എക്സാം ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, ഏത് സബ്ജക്റ്റിന് മാറ്റം വന്നാലും, ഏത് സബ്ജക്റ്റ് മാറ്റിയാലും മാറ്റം വരാത്തൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത സബ്ജക്റ്റ് ആണ് കോപ്പറേറ്റീവ് ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ് കൊടുത്തു പഠിക്കണം. പ്രത്യേകിച്ച് 2023-24 അമെന്റ്മെന്റുകൾ ബാധകമായിട്ടുള്ളതായതുകൊണ്ട് സംശയമെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ എല്ലാവരും അതിൻ്റെതായ സീരിയസ്നെസ് കൊടുത്തു പഠിക്കുക. നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും, എന്നാൽ എസ്പെഷ്യലി കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോപ്പറേറ്റീവ് ലോ. ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ലോ നിങ്ങൾ പഠിക്കേണ്ട വന്ന സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ഒരു സഹകരണ നിയമം വന്നതുകൊണ്ട്, അല്ലേ? സഹകരണ നിയമം വന്നതുകൊണ്ടാണ്. 1892 ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ സഹകരണ നിയമം വന്നതെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണെന്നറിയാം മക്കളെ? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ക്ലാസ്സുകളും മനസ്സിലാവുള്ളൂ. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഓരോ ചോദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചോണം. ഓരോ ചോദ്യമാണ് ഈ പറഞ്ഞു തരുന്ന പോയിന്റുകളെല്ലാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനമുണ്ട്, കൃത്യമായ രീതിയിൽ എന്താണ് സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും ആർക്കും ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു 1800-കൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വെൻലോക്ക് പ്രഭു 1892 പഠിച്ചു വെക്കണേ. 1892 ആരാണ്? വെൻലോക്ക് പ്രഭു ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് അയക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വെൻലോക്ക് പ്രഭു ഒരു വ്യക്തിയെ 1892 ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠനം നടത്തുക, ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം അയച്ചത് മറ്റാരെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന വ്യക്തിനെയാണ് അയച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഫെഡറിക് നിക്കോൾസൺ ഏത് രാജ്യത്തിലേക്കാണ് പോയതെന്ന് അറിയാമോ? അദ്ദേഹം പോയത് മറ്റെങ്ങുമല്ല, അദ്ദേഹം പോയത് ജർമ്മനിയിലേക്കാണ്. എവിടെയാണ് പോയത്? ജർമ്മനിയിലേക്കാണ് അദ്ദേഹം പോയത്. അപ്പൊ നോക്കുക, 1892 ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചുവടുവയ്പ്പിന് വേണ്ടി ആദ്യമായിട്ട് ഒരു വ്യക്തിയെ അയക്കുന്നത് ഫെഡറിക് നിക്കോൾസനെയാണ്. വെൻലോക്ക് പ്രഭുവാണ് അയക്കുന്നത്. ഫെഡറിക് നിക്കോൾസൺ ആദ്യമായി പഠനം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠിച്ചു വയ്ക്കണേ. PSC ചോദ്യമാണ്, CSEB ചോദ്യമാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. ഫെഡറിക് നിക്കോൾസൺ ജർമ്മനിയിലേക്ക് പോയിട്ടാണ് സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠനം നടത്താനായിട്ട് പോകുന്നത്. ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമല്ലോ, വില്യം റെയ്ഫിസൺ ആണ് കേട്ടോ. റെയ്ഫിസൺ ആണ് അവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. റെയ്ഫിസൺ ആണ്. അങ്ങനെ ജർമ്മനിയിൽ ചെന്ന് അദ്ദേഹം ഏത് മോഡൽ നോക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുള്ളത്? റെയ്ഫിസൺ മോഡൽ നോക്കിയിട്ടാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഈ റെയ്ഫിസൺ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. അദ്ദേഹം ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ആരാണ്? ക്രെഡിറ്റ് സൊസൈറ്റികൾക്കാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയ്ഫിസൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ ഫെഡറിക് നിക്കോൾസനും നോക്കി പഠിച്ചത് ഏത് തന്നെയാണ്? ഈ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ആ നിയമവശങ്ങളാണ് ആര് മനസ്സിലാക്കിയത്? ഫെഡറിക് നിക്കോൾസൺ മനസ്സിലാക്കിയത്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കർഷക രാജ്യമാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിലാണ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം, അല്ലെ? അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൊസൈറ്റികളിലാണ്, അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്ന സംഘങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ലതെന്ന് നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ മനസ്സിലാക്കി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് റെയ്ഫിസന്റെ മോഡൽ നോക്കിയിട്ട് ഈ ഫെഡറിക് നിക്കോൾസൺ പഠനം നടത്തിയിട്ട് 1895 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ. 1895
2005 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇത് 2 സെഗ്മെന്റിലാണ് അല്ലെങ്കിൽ 2 പാർട്ടായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1895 1897 സെഗ്മെന്റ് ആയിട്ട് വെച്ചു. അതിനെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ സെക്ഷൻ റിപ്പോർട്ട് വയ്ക്കുന്നത് 1899 ഈ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ ഈ ഫെഡറിക് നിക്കോൾസൺ പറഞ്ഞ ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ ആയിട്ട് വന്ന ഒരു വാചകമുണ്ട്. എന്താണെന്ന് പഠിച്ചു വെക്കണേ. ഫൈൻഡ് റെയ്ഫിസൺ എന്നായിരുന്നു. ഫൈൻഡ് റെയ്ഫിസൺ. റെയ്ഫിസനെ നിങ്ങൾ നോക്കി പഠിക്കണം. റെയ്ഫിസനെ നിങ്ങൾ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ റെയ്ഫിസൺ മോഡൽ പഠിക്കുക. കാരണം എന്താണ്? ഫെഡറിക് നിക്കോൾസൺ പഠനം നടത്തിയത് റെയ്ഫിസൺ മോഡൽ നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ റെയ്ഫിസൺ മോഡൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ള ആശയമാണ് ഫെഡറിക് നിക്കോൾസൺ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠനം നടത്തിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ്. അദ്ദേഹം ജർമ്മനിയിൽ പോയി റെയ്ഫിസൺ മോഡൽ നോക്കിയാണ് പഠിച്ചത്. റെയ്ഫിസൺ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഫെഡറിക് നിക്കോൾസൺ പറഞ്ഞു, ഫൈൻഡ് റെയ്ഫിസൺ, നിങ്ങൾ റെയ്ഫിസൺ മോഡലാണ് അനുകരിക്കേണ്ടത്, അത് നോക്കി പഠിക്കൂ എന്ന് പറഞ്ഞു. മാത്രമാണോ? അല്ല. വീണ്ടും ഒരു വ്യക്തിയെ ഇന്ത്യക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനത്തിന്റെ പഠനം നടത്തുവാനായിട്ട് ഒരു രാജ്യത്തിലേക്ക് അയക്കുന്നു. അദ്ദേഹം പോയത് ഇറ്റലിയിലേക്കാണ് പോയത് കേട്ടോ. ഇറ്റലിയിലേക്കാണ് പോയത്. ഇറ്റലിയിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹവും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏതെന്നറിയാമോ? പ്രധാനപ്പെട്ട ഒന്നാണ്. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ഇതാരാണ്? എച്ച് ഡ്യൂപ്പണെക്സ് ആണ് കേട്ടോ. എച്ച് ഡ്യൂപ്പണെക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് പോയത്. അദ്ദേഹത്തിൻ്റെതാണ് എന്ത്? പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പഠിച്ചു വയ്ക്കണേ. നോർത്തേൺ ഇന്ത്യ. ഈ 2 വാചകങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഫൈൻഡ് റെയ്ഫിസൺ ഫെഡറിക് നിക്കോൾസണുമായി ബന്ധപ്പെട്ടതാണ്. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എച്ച് ഡ്യൂപ്പണെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠനം നടത്തിയ 2 വ്യക്തികൾ, ഒന്ന് ഡ്യൂപ്പണെക്സ്, മറ്റൊന്ന് ഫെഡറിക് നിക്കോൾസൺ. ആദ്യം പഠനം നടത്തിയത് ഫെഡറിക് നിക്കോൾസൺ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 1900 നമ്മുടെ ഈ 2 വ്യക്തികളെയും വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാമല്ലോ എന്നൊരു ആശയം നമ്മുടെ കഴ്സൺ പ്രഭുവിന് തോന്നുന്നത്. അങ്ങനെ കഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നു മക്കളെ? 1901 ഒരു കമ്മിറ്റിയെ വെക്കുന്നു. ഈ കമ്മിറ്റിയിൽ 2 വ്യക്തികളായിട്ട് നിന്നിരുന്ന ആരൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ. ഒന്ന് ഫെഡറിക് നിക്കോൾസൺ, അത് ഉറപ്പാണ്, കാരണം പുള്ളിയാണ് ആദ്യമായിട്ട് പഠനം നടത്തിയത്. മറ്റൊന്നാരാണ്? എച്ച് ഡ്യൂപ്പണെക്സ് ആണ്. എച്ച് ഡ്യൂപ്പണെക്സ് ആണ്. അങ്ങനെ 2 വ്യക്തികളുണ്ട്. ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ 2 വ്യക്തികൾക്ക് ചുമതല വഹിക്കാനായിട്ട് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഒരു വ്യക്തിയെ വെക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എഡ്വേർഡ് ലോ. ലോ എന്ന് പഠിച്ചാൽ കേട്ടോ. എഡ്വേർഡ് ലോ. അങ്ങനെ ഈ 3 വ്യക്തികളെ വെച്ചുകൊണ്ട് 1901 ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയാണ്. ഈ 3 പേരാണ് ഇന്ത്യയിലെ സഹകരണ നിയമം ആദ്യമായിട്ട് നിലവിൽ വരാൻ കാരണഭൂതരായിട്ടുള്ള വ്യക്തികൾ. ഈ 3 പേരാണ് കേട്ടോ. ഓർത്തു വെക്കണേ. അങ്ങനെ 1901 ഈ കമ്മിറ്റിയെ വയ്ക്കുകയും ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണെന്ന് അറിയാം മക്കളെ? ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു 1904 മാർച്ച് 25. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് ആക്ട് ആണെന്ന് അറിയാമോ? അങ്ങനെയാണ് ആദ്യമായിട്ട് നിലവിൽ ഒരു നിയമം വരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സഹകരണ നിയമം വരികയാണ്. എന്താണെന്നറിയാമോ? കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് 1904 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അത് ക്രെഡിറ്റ് സംഘങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ക്രെഡിറ്റ് സംഘങ്ങൾക്ക് മാത്രം രൂപീകരണം കൊടുക്കുവാനായിട്ട് വന്നിട്ടുള്ള നിയമമാണ്. കാരണം പഠനം നടത്തിയത് ക്രെഡിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാന്ന് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ 1904 മാർച്ച് 25 കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടും. ഓക്കെ ആണേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഓർക്കണം, 1904 നിയമം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം.
29 സെക്ഷൻസ് ആണുള്ളത്. ക്രെഡിറ്റ് സൊസൈറ്റികളായിരുന്നു രൂപീകരിക്കാൻ അടിസ്ഥാനം കൊടുത്തിരുന്നത്. 1912 ഈ സൊസൈറ്റീസ് ആക്ട്, അതായത് ക്രെഡിറ്റ് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിനെ പരിഹരിക്കാനായിട്ട് വന്ന നിയമം ഏതെന്ന് ചോദ്യം വരാം. 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് 1912 വന്ന്. അത് ക്രെഡിറ്റ് മാത്രമാണോ? അല്ല, നോൺ ക്രെഡിറ്റ് സംഘങ്ങളും രൂപീകരിക്കാം എന്നുള്ള ഒരു ആക്ട് ആയിരുന്നു 1912 വന്നത്. അതിൽ 50 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. വിശദമായ ക്ലാസ് പിന്നീട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എടാ മക്കളെ, ഇതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919 വന്നു. ഈ തവണയും ചോദ്യം വന്നതാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന്റെ വർഷം. ഭരണപരിഷ്കാരം 1919 ഭരണപരിഷ്കാരം വന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ആകെ ഇപ്പോൾ നിലനിൽക്കുന്ന ആക്ട് എന്ന് പറഞ്ഞാൽ 1912 നോൺ ക്രെഡിറ്റിനെ ഉൾപ്പെടുത്തിയുള്ള ആക്ട് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. എന്നാൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വന്നപ്പോൾ ഇവിടെ ഒരു തീരുമാനം മാറ്റിയെടുക്കുകയാണ്. എന്താണ്? ഓരോ പ്രവിശ്യകൾക്കും അവരുടേതായിട്ടുള്ള നിയമം പാസ്സാക്കാം എന്നുള്ളതാണ് 1919 പ്രധാന സവിശേഷത. എന്താണ്? ഈ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കി കോർപ്പറേഷനെ മാറ്റി. എന്താണ് മക്കളെ? സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റി, അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കി മാറ്റി. എന്തിനെ? നമ്മുടെ സഹകരണ നിയമം ഇന്ത്യയിൽ ഒട്ടാകെ ഒരു നിയമമല്ല, ഓരോ പ്രവിശ്യകൾക്കും ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള നിയമം നിങ്ങൾ രൂപീകരിച്ചോളൂ എന്നാണ് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വന്നത്. മനസ്സിലായോ? അങ്ങനെ വന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു നിയമം പാസ്സാക്കുന്ന പ്രവിശ്യയാണ് ബോംബെ പ്രൊവിൻസ് എന്ന് പഠിച്ചു വെക്കുക. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം, അതിനുശേഷം ഫസ്റ്റ് ടൈം ആണ് ബോംബെ പ്രൊവിൻസ് ആണ് ആദ്യമായിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു നിയമം പാസ് ചെയ്തത് 1925 ഓർത്തു വെക്കുക. അപ്പോൾ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആയതിനു ശേഷം സ്വന്തമായിട്ട് ഒരു നിയമം പാസ്സാക്കിയത് ബോംബെ പ്രൊവിൻസ് ആണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കൊച്ചിൻ സംസ്ഥാനം 1913 കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൊച്ചിൻ ഓർത്തു വയ്ക്കുക. 1914 ട്രാവൻകൂർ സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കേട്ടോ, ട്രാവൻകൂർ. ഇനി മലബാർ പ്രവിശ്യയിൽ 1932 മലബാർ വരുന്നത്. എന്നാൽ ഓർത്തു വയ്ക്കണേ, തിരുക്കൊച്ചി സംയോജനം 1949 നടന്നു. തിരുക്കൊച്ചി സംയോജനം അല്ലെ, ട്രാവൻകൂർ കൊച്ചിൻ സംയോജനം നടന്നു 1949. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരികയുണ്ടായി. ഇതിനെ രണ്ടിനെ, അപ്പം കേരളത്തിൽ ഇപ്പോ ഈ ഒരു ആക്ട് ഉണ്ട്, രണ്ടാമത്തെ ആക്ട്, മൂന്നാമത്തെ ആക്ട് ഉണ്ട്. 3 നിയമങ്ങൾ, സഹകരണത്തെ അടിസ്ഥാനപ്പെടുത്തി 3 നിയമങ്ങൾ കേരളത്തിലുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു നിയമമാക്കി മാറ്റി. അത് 1952 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് 1952 നിലവിൽ വരുന്നത്. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് വീണ്ടും ഒരു നിയമം നിലവിൽ വരികയാണ്. ഇതിനെയെല്ലാം എന്ത് ചെയ്തു? ഇറേസ് ചെയ്തുകൊണ്ട് പുതുതായിട്ടൊരു നിയമം വരുന്നു. നമ്മുടെ കേരള സംസ്ഥാനം 1956 വന്നു. അതിനുശേഷം സംസ്ഥാനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുതുതായിട്ടൊരു നിയമം വരുന്നു. അങ്ങനെയാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കടന്നുവരവ്. ഇപ്പോൾ നിലനിൽക്കുന്ന ആക്ട് ആണ് KCS ആക്ട് 1969. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വരുന്നു. ഇവനെ എല്ലാം എന്ത് ചെയ്തു? തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ KCS ആക്ട് നിലവിൽ വന്നു. ഈ KCS ആക്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 110 സെക്ഷനും 201 റൂളും അടങ്ങുന്ന KCS ആക്ട് 1969 ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് കിട്ടാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും നന്നായി മനസ്സിലാക്കുക. പല രീതിയിൽ പലതവണയായിട്ട് അമെന്റ്മെന്റുകൾ നടന്നു. ഈ തവണ അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്. എങ്കിലും മനസ്സിലാക്കുക, ആക്ട് 1969 വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ അല്ലേ?
നോക്കാം. നോക്കൂ, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ 1969 നമ്മൾ പഠിക്കാൻ പോകുന്നത് 1969 വന്നതാണ്. ആക്ടിനെ കുറിച്ച് ആദ്യം ഒരു ചെറിയ ടാഗ് ലൈൻസ്, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. KCS ആക്ട് പബ്ലിഷ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് 12/5/1969 ചോദ്യം വരാവുന്നതാണ്. 12/5/1969. എടാ മക്കളെ, 12/5 മറന്നു പോകാതെ പഠിച്ചേക്കണേ, കാരണം 1969 കിട്ടും. 12/5 എന്നും കൂടെ പഠിക്കണം. എന്താണ്? ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ്, നിലവിൽ വന്നതല്ല. പക്ഷേ ആക്ട് നിലവിൽ വന്നത് പലതവണയായിട്ട് CSEBയും PSCയും മാറി മാറി ചോദിക്കുന്ന ചോദ്യമാണ്. ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 15/5/1969. അടുത്ത തവണയും ഇത് തന്നെ ചോദിക്കും കേട്ടോ, കാരണം ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇത് ചോദിക്കാതിരിക്കാൻ കഴിയില്ലാത്തൊരു പോയിന്റ് ആണ്, റിപ്പീറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കുന്ന പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. പ്രീവിയസ് ആണ്. 15/5/1969 ഏത് നിലവിൽ വരുന്നത്? റൂൾ അല്ല, ആക്ട് നിലവിൽ വന്നത്. 14/7/1969 റൂള് നിലവിൽ വന്നത്. എന്നാൽ ആക്ട് നിലവിൽ വരുന്നത് 15/5/1969 മനസ്സിലാക്കണം. അടുത്തത്, ഇത് എനാക്ട് ചെയ്യപ്പെട്ടത് റിപ്പബ്ലിക് ആയതിനു ശേഷം 19ാമത്തെ വർഷമാണ് കേട്ടോ. റിപ്പബ്ലിക് ആയത് 1950 അറിയാം, ജനുവരി 26 അല്ലെ. അങ്ങനെയാണെങ്കിൽ 69 19ാമത്തെ വർഷമാണ്, റിപ്പബ്ലിക്കിന്റെ 19ാമത്തെ വർഷമാണ് നമ്മുടെ ആക്ട് നിലവിൽ വരുന്നത്. അതും പ്രധാനപ്പെട്ടതാണ്, ചോദ്യം വന്നിട്ടുള്ളതാണ്, പ്രീവിയസ് ആണ് കേട്ടോ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആക്ട് നമ്പർ പഠിക്കണം. അതായത് നമ്മുടെ ഈ ആക്ട് ഗവർണർ ഒപ്പുവെക്കുന്നത് 21ാമതായിട്ടാണ്. 1969 ആ വർഷത്തെ 21ാമത്തെ ആക്ട് ആയിട്ടാണ് നമ്മുടെ ഈ KCS ആക്ട് ഒപ്പുവെച്ചത്. അതുകൊണ്ട് ആക്ട് നമ്പർ 21 ആണെന്ന് പഠിച്ചു വെക്കണേ. ആക്ട് നമ്പർ 21. 1904 ആക്ട് നമ്പർ എത്രയാണെന്ന് അറിയാമോ? 10 ആണ്. ആക്ട് നമ്പർ 10 ആണ് 1904 വന്നത്. 1912 വന്നത് ഏതാണെന്ന് അറിയാമോ? അത് ആക്ട് നമ്പർ 2 ആയിരുന്നു. ആക്ട് നമ്പർ 2 ആണ്. എന്നാൽ ഇവിടെ പഠിക്കേണ്ടത് ആക്ട് നമ്പർ 21 ആണ്. KCS ആക്ട് 1969 ആക്ട് നമ്പർ 21 ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്കറിയാം ടോട്ടൽ 110 സെക്ഷൻസ് ആണുള്ളത്. ചാപ്റ്റർ ആണെങ്കിൽ 16 ചാപ്റ്റർ. എടാ മക്കളെ, റൂളിൻ്റെതല്ല, ആക്ടിന് 16 ചാപ്റ്ററുകളാണ്. റൂളിന് 15 ആണ്, മാറിപ്പോകല്ലേ. ആക്ടിന് 16 ചാപ്റ്ററുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. KCS ആക്ട് എനാക്റ്റഡ് ബൈ ലെജിസ്ലേച്ചർ. ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് നമ്മുടെ ആക്ട് പാസ് ചെയ്യുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ പറയാം. റൂള് നിലവിൽ വരുന്നത്, റൂള് കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ആണ്, എന്നാൽ ആക്ട് കൊണ്ടുവരുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. മാറിപ്പോലെ, ഇനി മറക്കുമല്ലോ, ആക്ട് കൊണ്ടുവന്നത് ലെജിസ്ലേച്ചർ വഴി, ലെജിസ്ലേറ്റീവ് അസംബ്ലി വഴിയാണ് ഏത് വരുന്നത്? ആക്ട് വരുന്നത്. എന്നാൽ റൂള് വരുന്നത് ഗവൺമെന്റ് ആണ് റൂൾ മേക്ക് ചെയ്യുന്നത്. ഗവൺമെന്റിന് റൂൾ മേക്കിംഗ് പവർ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലെല്ലാം കിട്ടും കേട്ടോ. നോക്കടാ, ഇനി KCS ആക്ട് ഈസ് നോൺ ആസ് സ്കെലറ്റൺ ഓഫ് ദ ലോ ഓർ ജിസ്റ്റ് ഓഫ് ലോ എന്നറിയപ്പെടാറുണ്ട്. അതായത് നമ്മുടെ ഈ ആക്ട് എന്ന് പറയും, റൂൾ എന്ന് പറയും. നിങ്ങൾക്കറിയാമോ എന്താണ് ആക്ടും റൂളും? ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ വിശദീകരണങ്ങൾ അടങ്ങുന്നതാണ് റൂള്. അതായത് ഒരു ആക്ട് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഫോം നമ്പറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒന്നാണ് റൂള്. ഒരു ആക്ട് രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ റൂളിൽ അതിന്റെ പ്രധാന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആക്ടും റൂളും ഉണ്ടാവും. എന്നാൽ ചാപ്റ്റർ 6 റൂൾ ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, എപ്പോഴെങ്കിലും എക്സാമിന് ചോദിച്ചാൽ എഴുതാം. അപ്പൊ ഓർത്തു വെക്കുക, നമ്മുടെ ആക്ടിന് അറിയപ്പെടുന്ന സ്കെൽറ്റൻ, അതായത് ഒരു എന്താണ്, ഒരു ബേസ് ഫോം ആണ് അല്ലെ, ഒരു സ്കെൽറ്റൻ ആയിട്ടാണ് ആക്ടിന് അറിയപ്പെടുന്നത്. എന്നാൽ റൂളാണ് അതിനൊരു മാംസം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, അതായത് ഒരു ബേസ് ഫോം മാത്രമാണ് ആക്ട് കൊടുക്കുന്നത്, അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുന്നത് റൂളിലാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ആക്ടും റൂളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രവെൻഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, ഇതിൽ ആക്ട് ആയിരിക്കും നിലനിൽക്കുന്നത്. ആക്ടിനാണ് പവർ കൂടുതൽ എന്ന് ഓർക്കണം കേട്ടോ. ആക്ടും റൂളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, രണ്ടും തമ്മിലൊരു എന്താണ് മിസ്കണ്ടക്ട്, എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ചേരാതെ വന്നു കഴിഞ്ഞാൽ അതിൽ ആക്ടിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലേ?
അപ്പൊ ഇത്രയും പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ നോക്കണേ, ടോട്ടൽ ഷെഡ്യൂളുകൾ ആക്ടുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. ഷെഡ്യൂളുകൾ 3 ഷെഡ്യൂളുകളുണ്ട്, 3 അപ്പൻഡിക്സുകളുണ്ട്. 3 ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 1 പ്രധാനപ്പെട്ടതാണ്. PS വഴി നിയമനം നടത്തുന്ന, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് ആണ് ഷെഡ്യൂൾ 1 പ്രതിപാദിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഷെഡ്യൂൾ 1 പറയുന്നത് PSC വഴി എക്സാം നടത്തി അത് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് ആണ് ഏതിൽ പറയുന്നത്? ഷെഡ്യൂൾ 1 പറയുന്നത്. അത് സെക്ഷൻ 83A അത് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഷെഡ്യൂൾ 2 എന്താണ്? അപ്പൊ ഒന്ന് മനസ്സിലായി, PSC വഴി നിയമനം. ഇത്ര ഓർത്താൽ മതി, കിട്ടും. PSC വഴി നിയമനം ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 പറയുന്നത് നമ്മുടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ലോകത്തിൽ എവിടെയായിരുന്നാലും ഈ പ്രിൻസിപ്പിൾസിന് മാറ്റമുണ്ടോ? ഇല്ല. നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിൽക്കുന്നത് ഈ പറഞ്ഞ അടിസ്ഥാന തത്വമായിട്ടുള്ള 7 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ പ്രിൻസിപ്പിൾസിനെ എങ്ങനെയൊക്കെയാ വന്നതെന്നൊക്കെ നമുക്കറിയാം, നമ്മൾ അതൊക്കെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ 7 എണ്ണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. നമ്മളത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ 7 എണ്ണത്തിൽ ഇതിന്റെ ഓർഡർ മാറിപ്പോകാതെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഷെഡ്യൂൾ 2 പറയുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് 2ECCCയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഷെഡ്യൂൾ 3 പറയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അവസാനമായിട്ട് വന്നത് ഏതെന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് ICA കൊണ്ടുവന്നാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഈ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കാർവേ കൊണ്ടുവന്ന, കാർവേസ് പ്രിൻസിപ്പിൾ, ഗ്രോത്ത് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നതാണ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ, നമുക്കതെല്ലാം കിട്ടും. ഇതിന്റെ വിശദീകരണം എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തത് ഷെഡ്യൂൾ 3 പറയുന്നത് ലിമിറ്റേഷൻ പീരീഡ് ആണ്. ലിമിറ്റേഷൻ പീരീഡ് എന്താണ്? സെക്ഷൻ 69(4) പറയുന്നുണ്ട്. അതായത് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫൈലിംഗ് മോണിറ്ററി ഡിസ്പ്യൂട്ട് 3 years. അതായത് പണപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി കൊടുക്കാനായിട്ട് 3 വർഷം വരെ സമയമുണ്ട്. അതിനുള്ളിലാണ് നമ്മൾ പരാതി സമർപ്പിക്കേണ്ടത് കേട്ടോ. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടത് ആരാണെന്ന് നമുക്കറിയാം. പണപരമായിട്ടുള്ള തർക്കങ്ങളിൽ മേൽ തീരുമാനം, അല്ലെങ്കിൽ പണപരമായിട്ടുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ നമ്മൾ രജിസ്ട്രാർക്കാണ് സമർപ്പിക്കാറുള്ളത് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കണേ, മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ നമ്മൾ RCSനാണ് സമർപ്പിക്കുന്നത്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിലോ അത് ആർബിട്രേഷൻ കോർട്ടിലാണ് സമർപ്പിക്കുന്നത്. ആർബിട്രേഷൻ കോർട്ടിലാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ സമർപ്പിക്കുന്നത്. അത് CSEB ചോദ്യമാണ് ഇത് 2 എണ്ണം കേട്ടോ. എടാ മക്കളെ, ആർബിട്രേഷൻ കോർട്ടിൽ നമ്മളൊരു പരാതി കൊടുത്താൽ 1 വർഷത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ പണപരമായിട്ടുള്ള തർക്കം കൊടുത്തു കഴിഞ്ഞാൽ RCS എത്ര നാളിനുള്ളിലാണ് വിധി പ്രഖ്യാപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തവണ അമെൻമെന്റ് അതും വന്നു. അതും 1 വർഷത്തിനുള്ളിൽ തന്നെ വിധി പ്രഖ്യാപിക്കണമെന്നായിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. വേഗം അടുത്ത് നോക്കിയാണ് മക്കളെ. ബിൽ പാസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെന്റ്. ഏതാണ്? അമെൻമെന്റ് ആക്ട് ആണ് പറയുന്നത്. അടുത്തത് കേസസ് അമെൻമെന്റ് ആക്ട് 2023 ആണ്. നമ്മൾ ഇത്തവണ അമെൻമെന്റ് നടന്നല്ലോ, കേസസ് ആക്ട് അമെൻമെന്റ് നടന്നിട്ടുണ്ട്. ആക്ട് 9 of 2024 ആണെന്ന് പഠിച്ചു വെക്കണം. ആക്ട് 9 of 2024 9ാമതായിട്ട് ഒപ്പുവെച്ച നിയമമാണ് KCS അമെൻമെന്റ് ആക്ട്. ഓർത്തു വെക്കണേ. ഈ ബിൽ പാസ് ചെയ്തത് പാസ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെന്റ് ഓഫ് ഗവർണർ. ഗവർണർ ഒപ്പുവെച്ചതാണ് 26/4/2024. അപ്പോ ഗവർണർ അസെന്റ് കിട്ടിയത് 26/4/2024 ഓർത്തു വെക്കുക. അമെൻമെന്റ് എനാക്ട് ചെയ്യപ്പെട്ടത് 7/6/2024 അപ്പൊ ഒപ്പുവെച്ചത് 26/4/2024, 7/6/2024 അത് അമെൻമെന്റ് എനാക്ട് ചെയ്യപ്പെടുന്നത്, നിലവിൽ വരുന്നത്. ഇത് ചോദ്യം വരുന്നതാണ് 74ാമത്തെ ഇയർ. നേരത്തെ പറഞ്ഞു കേസസ് ആക്ട് 19ാമത്തെ ഇയർ എന്ന് പറഞ്ഞു. ഇത് റിപ്പബ്ലിക് ആയി 74ാമത്തെ വർഷമാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. റിപ്പബ്ലിക് ആയി 74ാമത്തെ വർഷത്തിൽ വന്നാണ് 2023 അമെൻമെന്റ് 2024 നിലവിൽ വന്നിട്ടുള്ളത്. ഓർത്തു വെക്കുക. ഒപ്പുവെച്ച 26/4/2024 ഓർത്തു വെച്ചാൽ മതി, നമുക്കത് കിട്ടും. അടുത്തത് റൂളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. KCS റൂൾ കെയിം ഇൻ ടു ഫോഴ്സ് 14/7/1969. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 15/5/1969 ആക്ട് നിലവിൽ വന്നത്.
14/7/1969 റൂള് നിലവിൽ വന്നിട്ടുള്ളത്. റൂള് 180, 200 വരെ, 180 മുതൽ 200 വരെയുള്ളത് 1974 നിലവിൽ വന്നത് കേട്ടോ. എന്താ റൂള് 201 ആണെങ്കിൽ കെയിം ഇൻറ്റു 1988 201ാമത്തെ റൂള് നിലവിൽ വന്നെന്ന് ഓർത്ത് വെക്കാം. ബാക്കി 74 180 കൊണ്ട് 200 വരെയുള്ളത് 1974 നിലവിൽ വന്നത്. റൂൾ പാസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. എന്നാൽ ആക്ട് ആണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിയമനിർമ്മാണ സഭയാണ്. എന്നാൽ റൂൾ ആണെങ്കിൽ ഗവൺമെന്റ് ആണ്. റൂൾ ഗവൺമെന്റ് പഠിച്ചു വെക്കണം. റൂൾ പാസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇനി ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾ ആസ് പെർ സെക്ഷൻ 109 ഓഫ് KCS ആക്ട്. അതായത് KCS ആക്ട് സെക്ഷൻ 109 പ്രകാരം പവർ ഉണ്ട്. ആർക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞേ? ഗവൺമെന്റിന് റൂള് നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ. പവർ ടു ഫ്രെയിം റൂൾസ് 109 അത് പറയുന്നുണ്ട്. ഗവൺമെന്റിന് റൂളുകൾ ഫ്രെയിം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നു. ടോട്ടൽ 201 റൂളുണ്ട്. അതെല്ലാവർക്കും അറിയാം. 110 സെക്ഷൻ ആണ്, 201 റൂൾ ആണെന്നറിയാം. ചാപ്റ്ററുകൾ 15 ചാപ്റ്റർ ആണ്. റൂളിന് 15 ചാപ്റ്റർ ആണ്. എന്നാൽ ആക്ടിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു സെക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് 16 ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വേരിയസ് ഫോംസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ റൂൾസ്. അതായത് ഞാൻ പറഞ്ഞു ഫോമുകൾ 39 ഫോമുകളെ കുറിച്ച് പഠിക്കണം. ഈ ഫോമുകൾ ഫോം 1, 2, 3, 4 പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെ. ഈ ഫോമുകളെല്ലാം പറയുന്നത് റൂളിലായിരിക്കും ഇതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പറയാറുള്ളതെന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട 3 അപ്പൻഡിക്സുകളുണ്ട്. 3 ഷെഡ്യൂൾ ഉണ്ട്, 3 അപ്പൻഡിക്സ് ഉണ്ട്. നമ്മൾ ഷെഡ്യൂൾ പറഞ്ഞു. 1 എന്ന് പറഞ്ഞാൽ PSC നിയമനം, 2 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു, 3 എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ പീരീഡ് ആണ്. അപ്പൻഡിക്സ് 3 ഉണ്ട്. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ CCU ആൻഡ് SU. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട പലതരത്തിലുള്ള രജിസ്റ്ററുകളുണ്ട്. ഈ രജിസ്റ്ററുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത്. CCUവിന് 12 രജിസ്റ്ററുകളുണ്ട്. അതുപോലെ തന്നെ SCUവിന് 16 രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെന്നുള്ളതൊന്നും നോക്കണ്ട, ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൻഡിക്സ് 2 പറയുന്നത് പലതരത്തിലുള്ള ഫോം ഉണ്ടെന്ന് പറഞ്ഞു. 39 ഫോമുകളുണ്ട്. ആ ഫോമുകളെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 2 അപ്പൊ ഓർത്ത് വയ്ക്കണം. അപ്പൻഡിക്സ് 1 എന്ന് പറയുമ്പോൾ രജിസ്റ്റർ CCUവിന്റെ SUവിന്റെ രജിസ്റ്ററുകളാണ്. അപ്പൻഡിക്സ് 2 പലതരത്തിലുള്ള ഫോമുകളുണ്ട്. 39 ഫോം ഉണ്ട്. അതെല്ലാം പറയുന്നത് അപ്പൻഡിക്സ് 2 ഓർത്തു വയ്ക്കുക. ഇനി അപ്പൻഡിക്സ് 3 ആണെങ്കിലോ സ്റ്റാഫ് പാറ്റേൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നതും അതിന്റെ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ച് പറയുന്നതാണ് അപ്പൻഡിക്സ് 3 എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി കേരളത്തിൽ ആദ്യത്തെ സഹകരണ മിനിസ്റ്റർ ആണ്. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ഇൻ കേരള ജോസഫ് മുണ്ടശ്ശേരിയാണ്. മനസ്സിലാക്കി പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ ഇൻ കേരള ജോസഫ് മുണ്ടശ്ശേരി. കോഓപ്പറേഷൻ മിനിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെന്റ് ഓഫ് KCS ആക്ട്. എന്നാൽ KCS ആക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു മിനിസ്റ്റർ? PR കുറുപ്പാണ്. മാറിപ്പോവല്. ജോസഫ് മുണ്ടശ്ശേരി ഫസ്റ്റ് കോഓപ്പറേഷൻ മിനിസ്റ്റർ ആണ്. പക്ഷേ PR കുറുപ്പാണ്. നമ്മുടെ സഹകരണ നിയമം 1969 ആക്ട് വരുമ്പോൾ PR കുറുപ്പാണ്. ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ M കമലമാണ് കേട്ടോ. M കമലമാണ് ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷൻ. ഫസ്റ്റ് RCS ഓഫ് കേരള എന്ന് പറഞ്ഞാൽ P ശിവരാമൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് RCS ഓഫ് കേരള P ശിവരാമൻ. ഫസ്റ്റ് DC ഓഫ് കേരള KG രാജു IAS ആണ്. KG രാജു IAS ആണ് ഫസ്റ്റ് DCA എന്നറിയപ്പെടുന്നു. അടുത്തത് പ്രിയാമ്പിളും കൂടെ നോക്കിയാൽ മക്കളെ, ഇതും കൂടെ ഒന്ന് നോക്കിയാൽ മതിയേ. എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആൻഡ് റൂൾ 1969 ആക്ട് 21 ഓഫ് 1969. പ്രിയാമ്പിൾ പറയുന്നുണ്ട് വേറെ വ്യൂ ടു പ്രൊവൈഡ് ഓർഡർലി ഡെവലപ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഓർഡർലി ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഓർഗനൈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. നമ്മുടെ സഹകരണ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, 7 ഉണ്ടെന്ന് പറഞ്ഞു. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ, കൺട്രോൾ ഒക്കെ പറഞ്ഞ 7 പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ കേരളത്തിലുള്ളതിനെ എന്ത് ചെയ്യണം? ഒന്ന് ഓർഗനൈസ് ചെയ്യണം അല്ലെ. ആ സെൽഫ് ഗവേണിംഗ്, എന്റെ പ്രത്യേകത എന്താണ്? അത് സെൽഫ് ഗവേണിംഗ് ആണ് അല്ലെ. സ്വയംഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആണ്, ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്.
ടു അച്ചീവ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇക്വിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇക്വിറ്റി നേടിയെടുക്കാനും സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എൻവിസേജ്ഡ്. എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ല എന്ന് ഓർക്കരുത്. കാരണം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എക്കണോമിക് വെൽഫെയർ ഒന്നും ഇല്ല എന്ന് ഓർക്കല്ല. എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് സഹകരണ നിയമത്തിൽ. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഹെൽത്ത് കെയർ, market intervention and management excellence in cooperative sector, it is expedient to the consolidate, amend and unify the law relating to cooperative society in the state enacted in the 19th year of Republic of India follows. നമുക്കറിയാം ഇങ്ങനെ 19ാമത്തെ വർഷം, റിപ്പബ്ലിക്കായി 19ാമത്തെ വർഷമാണ് നമ്മുടെ കേസസ് ആക്ട് നിലവിൽ വന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇതിനകത്തൊന്നും വിട്ടുകളയാനായിട്ടില്ല. അടുത്ത തവണ എക്സാമിന് ഇതിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താ ഒന്നുകൂടെ നോക്കിയാൽ മക്കളെ, ആദ്യം തൊട്ട് നമ്മൾ പറഞ്ഞത് പബ്ലിഷ് ചെയ്ത ഒഫീഷ്യൽ ഗസറ്റ് 12/5/1969 15/5/1969 ആക്ട് നിലവിൽ വരുന്നത്. ആക്ട് നമ്പർ 21 19ാമത്തെ ഇയർ ഓഫ് റിപ്പബ്ലിക്കിനാണ് നിലവിൽ വന്നത്. 110 സെക്ഷൻ ഉണ്ട്, 16 ചാപ്റ്ററുകളുണ്ട്. എനാക്ട് ചെയ്യുന്നത് ലെജിസ്ലേറ്റർ ആണ്, ഗവൺമെന്റ് അല്ല. ആക്ട് എനാക്ട് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ഇത് സ്കെലറ്റൻ അല്ലെങ്കിൽ ജിസ്റ്റ് ഓഫ് ലോ എന്നറിയപ്പെടാറുണ്ട്. ആക്ട് ആണ് റൂളിനേക്കാളും പവർഫുൾ എന്ന് നമുക്ക് അറിയാം, ഓർത്തു വയ്ക്കണം. ഇതുപോലെ തന്നെ 3 ഷെഡ്യൂളുകളുണ്ട്. PSC വഴി നിയമനം നടത്തേണ്ട ഷെഡ്യൂൾ 1 പറയുന്നു. 7 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഷെഡ്യൂൾ 2 പറയുന്നു. ലിമിറ്റേഷൻ പീരീഡ്, മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ലിമിറ്റേഷൻ പീരീഡ് ആണ് ഷെഡ്യൂൾ 3 പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി അമെന്റ്മെന്റ് ആക്ട് 2023 അങ്ങനെയാണ്. 26/4/2024 ഗവർണർ ഒപ്പുവയ്ക്കുന്നത്. 7/6/2024 അത് നിലവിൽ വരുന്നത്. 74ാമത്തെ ഇയർ റിപ്പബ്ലിക് 74ാമത്തെ വർഷമാണ് ഇതെന്ത് ചെയ്തത്, എനാക്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. കേസസ് റൂൾ കെയിം ഇൻ ടു ഫോഴ്സ് 14/7/1969 പറഞ്ഞു. 180 മുതൽ 200 വരെയുള്ളത് 1974 201/88 വന്നിട്ടുള്ളത്. പാസ് ചെയ്യുന്നത്, റൂൾ പാസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള ഗവൺമെന്റ് അധികാരത്തെ കുറിച്ച് സെക്ഷൻ 109 വിശദമായിട്ട് പറയുന്നുണ്ട്. 201 റൂളുകളാണ് ആകെ നമുക്ക് പഠിക്കാനുള്ളത്. റൂളുകളുമായി ബന്ധപ്പെട്ട 15 ചാപ്റ്ററുകൾ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. പലതരത്തിലുള്ള ഫോമുകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ റൂളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണേ. അടുത്തത് അപ്പൻഡിക്സുകൾ 3 ഉണ്ട്. CCSE മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളെ കുറിച്ച് അപ്പൻഡിക്സ് 1 പറയുന്നു. അപ്പൻഡിക്സ് 2 വേരിയസ് ഫോമുകളെ കുറിച്ച് 39 ഫോം ഉണ്ട്, അത് അപ്പൻഡിക്സ് 2 പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേൺ പറയുന്നത് അപ്പൻഡിക്സ് 3 ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേസസ് ആക്ട് എനാക്ട് ചെയ്യപ്പോൾ PR കുറുപ്പാണ്. M കമലമാണ് ഫസ്റ്റ് വുമൺ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ഫസ്റ്റ് RCS കേരള P ശിവരാമനാണ്. KG രാജു IAS ആണ് ആദ്യത്തെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് DCA. എന്ന രജിസ്ട്രാർ എന്നറിയപ്പെടുന്ന P ശിവരാമനാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. കേരള സ്റ്റേറ്റിന്റെ ആണ്, മറന്നുപോലെ, ഇത് മാറിപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. കേരള എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ പ്രൊവിൻഷ്യൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് മറ്റൊരു രീതി പറയാം, നിങ്ങളത് കൺഫ്യൂഷൻ ആകണ്ട. കേരള എന്ന് പറയുമ്പോൾ നോർമലി കേരളം എന്നുള്ള സംസ്ഥാനം നിലവിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുൻപും രജിസ്ട്രാർ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. C ഗോവിന്ദപിള്ള എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. പക്ഷേ കേരളം എന്നുള്ള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി വരുന്നത് P ശിവരാമനാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. RCS കേരള എന്ന് പറയുമ്പോൾ കേരള പിറവിക്ക് ശേഷം അല്ലെ, കേരള സംസ്ഥാനം വന്നതിന് ശേഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക കേട്ടോ. ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം ഇത് അടിസ്ഥാനമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള പഠനം നന്നായി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയത്തിൽ എത്തിച്ചേരുവാൻ, നിങ്ങളുടെ ലക്ഷ്യം സബലീകരിക്കുവാൻ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.